ഇന്ന് മത്തൻ്റെ തളിരിലയും അതിൻ്റെ ഫ്ലവേഴ്സും ഒക്കെ പറിച്ച് ഒരു വെജിറ്റബിൾ സ്റ്റോക്ക് ഉണ്ടാക്കി. ചിക്കനും വേറെ കുറച്ച് വെജിറ്റബിൾസും ഒക്കെ ചേർത്ത് സ്വീറ്റും സവറും കുറച്ച് സ്പൈസിയും ആയിട്ടുള്ള ഒരു സൂപ്പാണ് ഞാൻ ഉണ്ടാക്കാൻ പോണത്. എല്ലാവർക്കും മാത്യൂസ് കിച്ചൻ ആൻഡ് ഗാർഡനിലേക്ക് സ്വാഗതം. പംകിൻ മത്തങ്ങയിൽ ഉള്ളതുപോലെ അല്ലെങ്കിൽ അതിലും കൂടുതലായി പംകിൻ്റെ ഇലയിലും പംകിൻ്റെ തളിരിലയിലും വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് അടങ്ങിയിരിക്കുന്നു. വൈറ്റമിൻ സി, ആൻറ്റി ഓക്സിഡൻസ്, ഫോസ്ഫറസ്, ഫോസ്ഫേറ്റ് എന്ന് തുടങ്ങി എല്ലിനും പല്ലിനും കണ്ണിനും എന്ന് വേണ്ട നമ്മുടെ ശരീരത്തിന് മുഴുവൻ ഗുണം ചെയ്യുന്ന ഒരുപാട് ഗുണങ്ങൾ ഈ ഇലയിൽ അടങ്ങിയിരിക്കുന്നു. മത്തൻ്റെ ഇലയുടെയും പൂവിൻ്റെയൊക്കെ ഗുണങ്ങൾ പറഞ്ഞാൽ ഇതിന് തീരില്ല. ഇത് ആഴ്ചയിൽ 2 പ്രാവശ്യമെങ്കിലും കഴിക്കേണ്ട ഇലക്കറിയാണ്. സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ചിക്കനും ഈ മത്തയിലയും അതിൻ്റെ തണ്ടും എല്ലാം വെച്ച് ഒരു സ്റ്റോക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇലയുടെ അറ്റം എന്തുണ്ടോ തണ്ടോടുകൂടി എടുത്തിട്ടുണ്ട്. കുഞ്ഞും മത്തങ്ങയൊക്കെ സൈഡിൽ വന്നത് എടുത്തിട്ടുണ്ട്. ഒരുപാട് മത്തങ്ങ ഉണ്ടാകുന്നുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ കുഞ്ഞു മത്തങ്ങയൊക്കെ ഒന്നും എടുത്തത്. പിന്നെ കുറച്ച് ഫ്ലവറുണ്ട്, ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. പിന്നെ 1 കിലോ ചിക്കനും എടുത്തിട്ടുണ്ട്. മത്തൻ്റെ ഇലയും കായും പൂവെല്ലാം അരിഞ്ഞ് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഞാൻ ഇച്ചിരി മഞ്ഞളും ഉപ്പൊക്കെ ഇട്ട് നന്നായിട്ട് കഴുകിയെടുക്കും. നമ്മുടെ വീട്ടിൽ തന്നെ കൃഷി ചെയ്യുന്നതാണെങ്കിലും വിഷമൊന്നും അടിക്കുന്നില്ലെങ്കിലും കൃമികീടങ്ങളൊക്കെ കാണും, അതുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ചിക്കനിലേക്ക് മത്തയില, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചിട്ടുണ്ട്. ഞാൻ ഒരു 7 വെളുത്തുള്ളി ഉണ്ട്, ഒരു മീഡിയം സൈസ് ഇഞ്ചി, 2 ക്യാരറ്റ്, 2 തക്കാളി, 1 സവോള. കുറച്ച് ഉപ്പ് നമുക്കിപ്പോൾ ചേർക്കാം. ഒരു 8 ഗ്ലാസ് വെള്ളവും ചേർത്ത്, കാരണം ഇത്രയും വെജിറ്റബിൾസ് ഉണ്ടല്ലോ, ഇത് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. നന്നായിട്ട് തിളച്ച് കഴിയുമ്പം ചെറുതീയിൽ ഇറച്ചി നന്നായിട്ട് കുക്ക് ചെയ്യണം. അതുപോലെ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് നന്നായിട്ട് വെന്ത് അതിൻ്റെ നിറയെ ജ്യൂസ് പുറത്തോട്ട് ഇറങ്ങണം. ആ രീതിയിൽ വെന്തെടുക്കണം. ഏകദേശം ഒരു അരമണിക്കൂർ എടുക്കും. 8 ഗ്ലാസ് വെള്ളം ഏകദേശം ഇച്ചിരി കുറുകി ഒരു 6 ഗ്ലാസ് വെള്ളമൊക്കെ എന്നുള്ളൊരു ഭാഗമാകണം. ചിക്കനും മത്തയിലയും വെജിറ്റബിൾസും ഒക്കെ വേവിച്ച് വെള്ളം കുറച്ച് വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി ചിക്കൻ നമുക്ക് എല്ലൊക്കെ മാറ്റി ചെറിയ പീസസ് ആക്കി എടുക്കാം. ബാക്കി സ്റ്റാക്കൊന്ന് അരിച്ചെടുക്കാം. അത്യാവശ്യം വലിപ്പമുള്ളൊരു പാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. ബട്ടർ വേണമെന്നതിന് മുമ്പ് തന്നെ ഒരു 2-3 തീരെ പൊടിയായിട്ട് അരിഞ്ഞ വെളുത്തുള്ളി ചേർക്കാം. ഒരു 12 ചെറിയുള്ളി ചേർക്കാം. ബട്ടറിൽ ഈ ചെറിയുള്ളി നന്നായിട്ടൊന്ന് മൂത്ത് വരുന്നതാണ് ഇതിൻ്റെ ടേസ്റ്റിൻ്റെ മറ്റൊരു ഹൈലൈറ്റ്. നമുക്ക് കുറച്ച് വെജിറ്റബിൾസ് ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഞാൻ പംകിൻ്റെ തന്നെ ഇലയും തളിരിലയും പൂവും അരിഞ്ഞെടുത്തിട്ടുണ്ട്. പയറെടുത്തിട്ടുണ്ട്. കുറച്ച് ക്യാരറ്റ് കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ ഇപ്പോൾ ചേർക്കാം. മഷ്റൂമോ ബീൻസോ കാബേജോ ക്യാപ്സിക്കോ ഒക്കെ ചേർക്കാം. ഒരു സ്വല്പം ഉപ്പ് ചേർത്ത് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഒരുപാട് കുക്ക് ചെയ്യാതെ അതിൻ്റെ ക്രിപ്സിനെസ് പോകാതെ തന്നെ രീതിയിലൊന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സ്റ്റോക്ക് ചേർക്കാം. സ്റ്റോക്ക് ഉണ്ടാക്കുമ്പോഴും നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസ് ഒക്കെ ആഡ് ചെയ്യാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ 4 ടേബിൾ സ്പൂൺ വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. ഇതൊഴിക്കാം. ഇത് സൂപ്പിനൊരു കൊഴുപ്പ് കിട്ടാനും ഒരു ടേസ്റ്റ് കൂട്ടാനും ഹെൽപ്പ് ചെയ്യും. 2 ടേബിൾ സ്പൂൺ സോയ് സോസ്, 2 ടേബിൾ സ്പൂൺ ചില്ലി സോസ്, 1 സ്പൂൺ വിനാഗിരി. ഇതിലേക്ക് 1/2 സ്പൂൺ കുരുമുളക് പൊടി ഞാനിപ്പോൾ ചേർക്കുന്നു. പിന്നെ നമ്മൾ സെർവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എരിവ് ആവശ്യമുണ്ടെങ്കിൽ പിന്നും ചേർക്കാം.
ഒരു 1/2 സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത്, പഞ്ചസാര ചേർക്കുന്നത് ഈ ടേസ്റ്റ് ഒന്ന് ബാലൻസ് ചെയ്യാനാണ്. ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി ഉപ്പ് പാകമാണോ നോക്കി മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് കൂടി വേവിക്കാം. നമ്മൾ ചേർക്കുന്ന സോസിലൊക്കെ ഉപ്പുള്ളതാണ്, അതുകൊണ്ട് ഉപ്പിൻ്റെ പാകം നോക്കുക. ഇതൊന്ന് മൂടി വെച്ച് ഒരു 2 മിനിറ്റ് നന്നായിട്ട് തിളയ്ക്കട്ടെ. ഇത് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഞാനൊരു മുട്ട കൂടി ചേർക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഇത് ടേസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. ഒരു മുട്ട നന്നായിട്ട് ബീറ്റ് ചെയ്ത് ചെറുതായിട്ട് ഒഴിച്ചു കൊടുത്ത് ഇളക്കി കൊടുക്കണം. അത് ഈ സൂപ്പിന് ടേസ്റ്റ് കൂട്ടത്തേ ഉള്ളൂ. ഇവിടെ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് ഇഷ്ടമില്ലെങ്കിൽ ഇത് ചേർക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി സ്റ്റവ് ഓഫ് ചെയ്ത് ഇത് ഗാർണിഷ് ചെയ്യാനായിട്ട് ഗ്രീൻ ഓണിയനോ മല്ലിയിലയോ നമുക്കിഷ്ടമുള്ളത് ചേർക്കാം. ഇപ്പോൾ ഇത് ടേസ്റ്റ് ചെയ്തിട്ട് എരിവ്, ഉപ്പ്, പുളി എല്ലാം പാകമാണോ നോക്കിയിട്ട് പോരെങ്കിൽ ചേർക്കാം. ഒരു ചെറിയൊരു മധുരം, എരി, പുളി എല്ലാം കൂടെ ചേർന്നുള്ളൊരു സൂപ്പാണിത്. സൂപ്പിൻ്റെ ടേസ്റ്റ് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഇഷ്ടം. എരിവ് കൂടുതൽ വേണമെങ്കിൽ കുരുമുളക് ചേർക്കാം. ഉപ്പോ പുളിയോ അല്ലെങ്കിൽ സോസിൻ്റെ കുറവോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ കൂടുതലങ്ങ് ചേർത്താൽ മതി. നമുക്കിഷ്ടമുള്ള വെജിറ്റബിൾസ് എല്ലാം ചേർക്കാം. കൂടെ ചിക്കനും മുട്ടയും എല്ലാം കൂടെ ആകുമ്പോൾ ഇതൊരു ഹെൽത്തി ഡയറ്റാണ്. എല്ലാവരും ട്രൈ ചെയ്യുക.